ഒരിക്കൽ ഭരിച്ചാൽ പിന്നെ അടുത്തോണം മാറി നിൽക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ജനാധിപത്യ തത്വമെങ്കിൽ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. LDFും UDFും മാറി മാറി അങ്ങ് ഭരിച്ചാൽ പോരെ. ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവൊക്കെ നമുക്ക് ഒഴിവാകും, ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കണ്ട. അപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി മാറി ഭരിക്കലല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഭരണം, അതിൻ്റെ നയങ്ങൾ എന്തായിരിക്കും, കഴിഞ്ഞോണ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ളവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കലാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. UDF അത്ര ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. പ്രശ്നം വളരെ ലളിതമാണെന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമം വർദ്ധിച്ചതുപോലെ ഏതെങ്കിലും ഒരു കാലം കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ മാത്രം 3 മടങ്ങിലേറെയല്ലേ വർദ്ധിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഏതെടുത്തോളൂ. അപ്പോൾ UDF ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണെന്നും പറഞ്ഞ് നടക്കണേ. അവരെപ്പം ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോണേ? അവർക്കൊരു പരിപാടിയില്ലെന്ന് ഇടതുപക്ഷം വർത്താനം പറയല്ല, ചെയ്ത് കാണിക്കുകയാണ്. എന്നൊക്കെ കേരളം ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ക്ഷേമ പ്രവർത്തനത്തിന് കുറവില്ല. അപ്പം പുതുമ എന്താണെന്നറിയാമോ? ക്ഷേമകാര്യങ്ങളിൽ നിന്നും കുറവും വരുത്താതെ ഈ നാട്ടിന് വേണ്ടുന്ന റോഡ്, പാലം, കെട്ടിടമൊക്കെ പണിയാനൊരു പരിപാടി. എത്രയെന്ന തുകയുടെ ധാരണ? 2 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് കിഫ്ബി നേരിട്ടും കിഫ്ബി സഹായിച്ചിട്ടും നമ്മുടെ ദേശീയപാത അടക്കം കേരളത്തിൽ നടക്കുന്നത്. 2 ലക്ഷം കോടി രൂപയും അവർ കിഫ്ബിക്കെതിരാ. അത് അവസാനിപ്പിക്കാൻ വേണ്ടി CAG-യുടെ ഒപ്പം നിന്ന് സമരം ചെയ്യുന്നവരാ, കേന്ദ്രത്തിൽ നിന്ന് വേതനം കൊടുക്കുന്നവരാ. അവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം? അപ്പോൾ ഇതാണ് ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. ഇങ്ങനെ തുടർഭരണം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാവാം, അപജയങ്ങളുണ്ടാവാം. അതേ, 2ാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഇങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പുലർത്തണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ തെറ്റുകളൊക്കെ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല. വലിയ തിരുത്തൽ പ്രസ്ഥാനം രൂപം നൽകി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നപ്പോൾ ആദ്യം ഞങ്ങൾ പരിശോധിച്ചത് ഇങ്ങനെയുള്ള അപജയങ്ങളുണ്ടോ, അങ്ങോട്ടുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളോട് പോയി ചോദിക്കുക, അവർ പറയണത് കേൾക്കാം, കേട്ടിട്ട് തിരുത്താം. അതുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തും. അതാര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ ആ രീതിയിലെ ഈ വിമർശനങ്ങൾ കാണുന്നുള്ളൂ. എന്താ കാണിച്ചോട്ടെ, തിരുത്തണം. അതല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അതല്ലേ ഞങ്ങളുടെ പ്രമേയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന്, ജനങ്ങൾക്കുണ്ട്. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഇത്രയും പണം കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ മുടക്കിയിട്ടേ ഒരു അഴിമതി ആരോപണം ഉണ്ട്. ആർക്കെങ്കിലും എതിരായിട്ട് ആ കേന്ദ്രത്തിൻ്റെ ED വന്നിട്ട് 2 വർഷം 10 വർഷം 6 വർഷമായി തപ്പാൻ തുടങ്ങിയിട്ട്, ആ കിഫ്ബിയിൽ എന്തെങ്കിലും തടയുമെന്ന് നോക്കാൻ തുടങ്ങിയിട്ട്. ഡൽഹിയിലിരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ വയ്യ, ഇത്രയും കോടി മുടക്കിയിട്ട് അതിലെന്തെങ്കിലും അഴിമതി ഇല്ലാതെ വരികയെ നമ്മൾ തപ്പിയേ പറ്റൂ എന്നുള്ളത്. അല്ല നടന്ന